ഇത് കണ്ടോ വെള്ളത്തിൻ്റെ അവസ്ഥ. ഇത് കണ്ണീര് പോലെ നമ്മൾ ആക്കിയെടുക്കും ഈ വെള്ളത്തിനെ. കുറച്ച് നാൾക്ക് മുന്നേ റിങ് ഇറക്കിയ ഒരു കിണറാണിത്. ആ കിണറ്റിൽ വെള്ളം ഇതാ കണ്ടോളൂ, തെളിഞ്ഞ കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം. ഇപ്പോൾ ഒരാൾ സെറ്റ് ചെയ്ത് വെച്ച് അവർക്ക് നല്ല വെള്ളം കിട്ടുമ്പോഴാണ് അടുത്ത ആൾ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കിത് ഓർഡർ വരുന്നത് കൂടുതലും. കേരളത്തിൽ എവിടെയും ഇത്ര വലിയൊരു കിണർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല. ഞങ്ങളിത് പാരമ്പര്യമായിട്ട് കളിമൺ പാത്രം നിർമ്മാണമായിരുന്നു. പുതിയ തലമുറ വന്നപ്പോൾ ഞങ്ങളത് കളിമണ്ണ് റിങ്ങിലോട്ട് ഇറങ്ങി. ഇരിക്കുന്ന റിങ്ങുകളെല്ലാം റെഡി ആയിട്ടുള്ളതാണ്, വ്യത്യസ്ത അളവിൽ. അതിലേതാണോ സൈസ് ആവശ്യമുള്ളത് ആവശ്യക്കാർക്ക് അവിടെ വന്ന് ഞങ്ങളത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ കാണിപ്പയ്യൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു 5 റിങ് ഇറക്കിയ വലിയൊരു കിണറാണ്. ഭയങ്കര റിസ്ക് പിടിച്ച ഒരു കിണറാണ്. ഇതിന് മൊത്തം ഒരു 15 എണ്ണം ഇനി ഇറക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഏകദേശം വെള്ളം കലങ്ങിയ ഒരു ഇതിലാണ് കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഇതെല്ലാം ഫുള്ള് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് തെളിഞ്ഞ കണ്ണീര് പോലുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു കിണറാണ് ഇത്. നമ്മൾ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വെട്ടുകല്ലുകൊണ്ട് കെട്ടിയിട്ടും ഒരു വശത്ത് കളിമണ്ണിൻ്റെ റിങ്ങും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടുകല്ല് വെച്ച് ഉയർത്തി അതിനോടൊപ്പം തന്നെ ഈ കളിമണ്ണ് റിങ് ഇറക്കി ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു വലിയ, കാണുമ്പോൾ തന്നെ ഒരു അതിഭയങ്കരമായിട്ടുള്ളൊരു കിണറാണ്. കാരണം അത്ര റിസ്ക് പിടിച്ചൊരു വർക്കാണ്. ഇതാണ് കളിമണ്ണ്. ഇതിനകത്ത് നമ്മൾ യാതൊരു വിധ കൃത്രിമോ അതുവരെ ഒരു ചേർത്ത കൂട്ടുകളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ തന്നെ നേരിട്ട് പോയി ഇത് കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്ന മെഷീനിട്ട് അകത്ത് അരച്ച് വെച്ച മണ്ണാണിത്. ഇത് വെച്ചാണ് നമ്മൾ ഈ കളിമണ്ണും ബാക്കിയുള്ള മൺപാത്രങ്ങളടക്കം ഇതിനകത്ത് ഞങ്ങളിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 വർഷമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ പിന്നെ യാതൊന്നും മിക്സ് ചെയ്യാനോ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കാനോ ഒന്നുമില്ല. കളിമണ്ണായിട്ട് തന്നെ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അരച്ചെടുത്ത കളിമണ്ണ് അത് ഞങ്ങൾ ഇതായി ഷീറ്റ് രൂപത്തിലാക്കിയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ റിങ്ങിലേക്കായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. കളിമൺ റിങ് ഇറക്കിയുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും ചിലപ്പോൾ വെള്ളം കലങ്ങിയ വെള്ളമായിരിക്കാം. അപ്പോൾ ചില സ്ഥലത്ത് ഞങ്ങൾ പോയി നോക്കുമ്പോൾ കാണാം പാട കെട്ടിയ പോലത്തെ വെള്ളങ്ങൾ, സ്മെല്ല് വരുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പോൾ ഞങ്ങൾ 10-30 വർഷത്തിൻ്റെ ഇടയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എത്രയും നമുക്ക് ശുദ്ധമായിരിക്കും അത്ര നല്ല വെള്ളം കിട്ടുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് നമ്മൾ യാതൊരുവിധ കെമിക്കലോ ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ശുദ്ധമായ കളിമണ്ണാണ് ഇതിനകത്ത് ചേർക്കുന്നതും നമ്മൾ ഹെവി ചൂടിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ കേരളത്തിലല്ല, നമ്മുടെ സ്റ്റേറ്റ് വിട്ട് അതർ സ്റ്റേറ്റിലായാലും ഞങ്ങളിത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. 4 ദിവസം മുന്നേ തന്നെ ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ ചെയ്തു വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾ സെറ്റ് ചെയ്ത് വെച്ച് അവർക്ക് നല്ല വെള്ളം കിട്ടുമ്പോഴാണ് അടുത്ത ആൾ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കിത് ഓർഡർ വരുന്നത് കൂടുതലും.